നമസ്കാരം. രാജ്യത്ത് മതപരവും സാമൂഹ്യപരവുമായ വേർതിരിവുകൾ ഉണ്ടാക്കുന്നത് അത് ചിലരുടെ ഇഷ്ടവിനോദമാണ്. പലരും പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാനും വർഗീയമായി തന്നെ രാജ്യത്തെ വിഭജിക്കാനും എത്രയോ പേർ നിരവധി തവണ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഉൾപ്പെടെ നിരോധിക്കപ്പെട്ടു. നിരവധി ഭീകരവാദികൾ തുറുങ്കിലടയ്ക്കപ്പെട്ടു. അവരൊന്നും ഇന്ന് എവിടെയാണ് എന്നറിയില്ല. ഡൽഹിയിൽ ഒരു വലിയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇത്തരക്കാർക്കെതിരെ ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇവിടെ രാഷ്ട്രീയമായി ചേരിതിരിവുകൾ ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ മതപരവും സാമൂഹ്യപരവുമായി ആൾക്കാരെ വേർതിരിക്കുന്ന രീതിയിൽ, രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ചേരിതിരിവുകളും ഇത്തരം കുത്തിത്തിരിപ്പുകളും ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരും കേന്ദ്ര ആഭ്യന്തര വകുപ്പും കേന്ദ്ര പ്രതിരോധ വകുപ്പും ഉൾപ്പെടെ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പ്, താക്കീതാണ് പ്രധാനമന്ത്രി നൽകിയത്. ഇവിടെ പ്രധാനമന്ത്രി എന്ത് ചെയ്യുന്നു എന്ന് നോക്കി, അദ്ദേഹം എന്തു പറയുന്നു എന്ന് നോക്കിക്കൊണ്ട് പ്രതികരിക്കാനും ആ പ്രതികരണങ്ങളിലൂടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഭിന്നിപ്പുകൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടി വരികയാണ്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ശക്തമായി തന്നെ കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഭരണകൂടം നമ്മുടെ രാജ്യത്തിന് വേണ്ടി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇനി അങ്ങനെ വെറുതെ മുമ്പോട്ട് പോകില്ല. ഇത്തരക്കാർക്കെതിരെ അതിശക്തമായ നടപടി ഉണ്ടാകും. ശക്തമായി തന്നെ അതിനെ നേരിടും. വർഗീയ ചേരിതിരിവ്, അതിപ്പോൾ വ്യക്തിയായാലും ശരി, സംഘടനയായാലും ശരി, ആരായാലും ശരി, രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, ഇത്തരത്തിൽ വർഗീയമായ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല, ശക്തമായി തിരിച്ചടിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. ഇത് ഇത്തരത്തിൽ ചേരിതിരിവുകൾ ഉണ്ടാക്കുന്ന ആർക്കും ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ്. ഇവിടെ ഇതൊന്നും കണ്ട് അടങ്ങിയിരിക്കുന്ന ഒരു ഭരണകൂടമല്ല ഇവിടെയുള്ളത്. രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചാൽ, രാഷ്ട്രത്തെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിച്ചാൽ ശക്തമായി തന്നെ നേരിടും. അവരൊന്നും പുറം ലോകം കാണില്ല എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി നൽകിയത്. അതുകൊണ്ട് അത്തരക്കാർ സൂക്ഷിക്കണം, സൂക്ഷിച്ചേ മതിയാകൂ. രാജ്യം അഖണ്ഡമായി വളരെ സമാധാനപരമായി വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന സമയങ്ങളിൽ പുറകോട്ട് വലിക്കാനും രാജ്യത്തെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താനും ആവശ്യമില്ലാത്ത വേർതിരിവുകൾ ഉണ്ടാക്കാനും ശ്രമിച്ചാൽ നല്ല പണി കിട്ടും എന്ന് തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ ഇടത്തോടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അത് പറയുക മാത്രമല്ല, നടപ്പിലാക്കി കാണിക്കുകയൂടെ ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യക്കുള്ളത് എന്ന കാര്യം ഇത്തരക്കാർ ഓർത്താൽ നന്ന്. ഇത് മുന്നറിയിപ്പായിട്ടോ ഭീഷണിയായിട്ടോ താക്കീതായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷേ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കരുത്. അത് പണിയാകും, അന്തം വിട്ട പണിയാകും, സംശയമില്ല. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.